നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഈ പാക് ചാരന്മാരെയും ബംഗ്ലാദേശികളൊക്കെ ചാരന്മാരെയൊക്കെ പിടികൂടുന്നത് സ്ഥിരം പരിപാടിയാണ്. ബംഗ്ലാദേശികൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വന്ന് ട്രെയിനിലും ബസ്സിലും എല്ലാം റോഡ് മാർഗം ഒക്കെ ഒഴുക്കാണ്. പക്ഷേ അടുത്തിടെ ഒരു അമേരിക്കൻ ചാരനെ ഇതുപോലെ ഇന്ത്യയിൽ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് മറ്റൊരു അമേരിക്കൻ ചാരനെയും CIA ഏജൻറ്റ്. ശരിക്കും ഇത്തരം അമേരിക്കൻ ഭരണകൂടമാണോ, അമേരിക്കൻ സൈന്യമാണോ ഈ ചാരന്മാർ ഇങ്ങോട്ട് വിടുന്നത്, അതോ അവർക്ക് എന്താണ് ഇവിടെ നേടാനുള്ളത്? അത് അമേരിക്കൻ ഭരണകൂടത്തിന് നേരിട്ടറിവുണ്ടാവില്ല, പക്ഷെ അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി തന്നെയാണ്. ഇത് ഡീപ് സ്റ്റേറ്റാണ് ഇതിൻ്റെ പുറകിൽ. ഇപ്പോൾ ആദ്യം ഒരാളെ പിടികൂടിയത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. FCRA നിയമം നമ്മൾ കടുപ്പിച്ചപ്പോൾ ആണ് ഇത് കൃത്യമായിട്ട് ഇയാൾ പിടിയിലായത്. അതായത് മാത്യു വാൻ ഡൈക്ക്. അതെ. ഈ മാത്യു വാൻ ഡൈക്ക്, അയാളുടെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് ആലോചിക്കണം. വളരെയധികം നിരവധി രാജ്യങ്ങളിൽ അസ്വസ്ഥത വിതച്ച് ഭരണം അട്ടിമറിച്ച് വലിയ രീതിയിൽ എന്താ പറയുക കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഈ മാത്യു വാൻ ഡൈക്ക്. ആ ഡൈക്കിനെയാണ് നമ്മൾ പിടികൂടിയത്. അപ്പോൾ അതിനുശേഷം തൊട്ടു പുറകെ ഇപ്പോൾ മറ്റൊരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. ഇയാളുടെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. അതായത് നമ്മുടെ സുരക്ഷാ സേനയുടെ നമ്മുടെ ഈ NSA അജിത് ഡോവലിനെ പോലെയുള്ളവരുടെ ഒക്കെ ഒരു നിതാന്ത ജാഗ്രതയാണ് ഇയാൾ പിടിയിലാകാനുള്ള ഒരു കാരണം. നമുക്കറിയാമല്ലോ, ഈ അമേരിക്കൻ ചാരൻ എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഇതുപോലെ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്ത്യയും ചാരപ്രവർത്തനം നടത്തുന്നുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങളുടെ നീക്കങ്ങൾ അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇന്നത്തെ അത് വളരെ പണ്ട് മുതലേ അങ്ങനെയാണ്, ലോകക്രമം അങ്ങനെയാണ്. നാട്ടുരാജ്യങ്ങളിൽ പോലും ചാരന്മാർ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 70 രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 70 രാജ്യങ്ങൾ. ഇയാളുടെ ഡീറ്റെയിൽസിലേക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇയാൾ അനധികൃത മാർഗത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ പ്രായം 36 വയസ്സാണ്. ഇയാൾ കാലിഫോർണിയ സ്വദേശിയാണ്. പേര് ജോർദാൻ ബ്രൗൺ. അപ്പോൾ ഇത് വെറുതെ അല്ല, ഇത് വാർത്ത ആരും പ്ലാൻ ചെയ്തതൊന്നുമല്ല, വളരെ കൃത്യമാണ്. ഇയാൾ പിന്നെ അമേരിക്കൻ സൈന്യത്തിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വിരമിച്ച ആളാണോ? അല്ലല്ല, നിലവിൽ ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ വിരമിച്ചു എന്നൊക്കെ അവരിനിപ്പോൾ രേഖകളുണ്ടാക്കും. ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ജില്ലയിൽ, അതായത് ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപം വെച്ച് പിടിയിലായി. സോനൌലി അതിർത്തിക്ക് സമീപമാണ് യാത്രാരേഖകൾ. അതായത് ഇയാൾക്ക് ഇന്ത്യയിൽ വരാനും ഇന്ത്യയിൽ ചുറ്റിക്കറങ്ങാനുമുള്ള വിസ ഇയാളുടെ കയ്യിലില്ല. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാനുള്ള യാത്രാരേഖകളില്ല. ഇതൊന്നുമില്ലാതെയാണ് ഇയാളെ SSB അറസ്റ്റ് ചെയ്തത്, ജോർദാൻ ബ്രൗണിനെ. ഇനി ഇതിൻ്റെ രസം എന്താണെന്നറിയാമോ? ഇയാൾ വന്നത് ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം ഗോവയിലെത്തുകയായിരുന്നു. നേരിട്ട് വിമാനത്തിലൂടെയോ മറ്റോ അല്ല, പോർട്ടിലേക്ക് വരികയായിരുന്നില്ല. ഇയാൾ ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം ഗോവയിലെത്തുകയും ഗോവയിൽ നിന്ന് പിന്നീട് ചുറ്റിക്കറങ്ങി UP വഴി നേപ്പാളിലേക്ക് കടക്കാൻ. അപ്പോൾ ഒരു വിദേശി വിചാരിച്ചാൽ ശ്രീലങ്കയിൽ നിന്നുമൊക്കെ ഇപ്പോഴും ഭാരതത്തിലേക്ക് കടക്കാൻ വഴികളുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ വന്ന ഒരാളിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 140 കോടി മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ വന്ന ഒരാളിനെ ഈ കടലിൽ കായം കലക്കുന്ന പോലെയാണ്. ഇത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ അയാളെ പൊക്കി എന്നുള്ളതാണ്. ഇനി ഇയാൾ ഈ ശ്രീലങ്ക വഴി ഇന്ത്യയിൽ, ഇത് വെറുതെ പറയുകയല്ല, ഇയാൾ ഗോവയിൽ താമസിച്ചതിൻ്റെ രേഖകൾ, തെളിവുകളൊക്കെ ഉണ്ട്. ആ തെളിവുകൾ വെച്ചിട്ടാണ്, അതിനു മുമ്പ് ഇയാൾ ശ്രീലങ്കയിലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇയാളെ ട്രാക്ക് ചെയ്ത് കുറേ നാൾ ഇയാളുടെ പുറകെ നടന്ന് ഇയാളെ നിരീക്ഷിച്ച് ഇയാളുടെ പോക്കുവരവുകളെല്ലാം മനസ്സിലാക്കിയാണ് ഇയാളെ പൊക്കിയിരിക്കുന്നത്. ഇനി ഈ സോനാലിയിൽ ഇയാൾ പിടിയിലാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾക്കെതിരെ ഫോറിനേഴ്സ് ആക്റ്റും എമിഗ്രേഷൻ ആക്റ്റും ഒക്കെ ചുമത്തിയിട്ടുണ്ട്. മറ്റേ ഡൈക്കിനെ പൂട്ടിയതുപോലെ തന്നെയാണ് ഇയാളെ പൂട്ടിയിരിക്കുന്നത്.
ഇയാൾ ഈ സോനാലിയിൽ നിന്ന് ഇയാളെ പിടിയിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഏജൻസികൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇയാൾ ഇന്ത്യയിൽ ജൻസി കലാപം ഉണ്ടാക്കാൻ വേണ്ടി വന്നയാളാണ്. അപ്പോൾ ഇയാളുടെ വരവിൻ്റെ ഉദ്ദേശം വരെ നമ്മൾ കൃത്യമായിട്ട് പിടിച്ചു. ഈ ജൻസി കലാപം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് വന്നു. അത് ഇയാളിപ്പോൾ NIA കസ്റ്റഡിയിലാണ്, NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് NIAക്ക് കിട്ടിയിട്ടുണ്ടാവും, അതവർ പുറത്തു വിടുന്നില്ല. ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ സമാനമായ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, ഇവിടെ എല്ലാം ആലോചിക്കണം, സമാനമായ കലാപങ്ങൾ ഉണ്ടായിരുന്നു. കലാപങ്ങൾ ഉണ്ടാക്കി 2 വർഷത്തിനിടെ മാലിയിൽ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഇതിൻ്റെ എല്ലാം പുറകിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, ഇനി ഇയാൾ സൈന്യത്തിലാണ് എന്നുള്ളത് പറഞ്ഞല്ലോ, US നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സ് അംഗമാണ് ഇയാൾ. അതായത് ഒരു സാധാരണക്കാരനല്ല, കമാൻഡോയാണ്, നേവി കമാൻഡോയാണ്. കടൽ മാർഗം ശ്രീലങ്ക, അതായത് ഒറ്റയ്ക്ക് ഒരു പായ്ക്കപ്പൽ ഓടിച്ച് എത്രയെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഇയാൾ. ട്രെയിൻഡാണ്. അപ്പോൾ അയാൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ട്? നോക്കൂ, ഇപ്പം പായ്ക്കപ്പൽ ഓടിച്ച് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർ മുൻകൂർ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെയും നമ്മുടെ എമിഗ്രേഷൻ അറിയിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ വരുന്നെങ്കിൽ അതിനനുസരിച്ച് പോർട്ടിൽ അയാളെ കസ്റ്റംസ് അയാളെ സ്വീകരിക്കും. എന്നിട്ട് അയാളെ വേണ്ട രേഖകളെല്ലാം പരിശോധിച്ച് മാത്രമേ അയാളെ കരയിലേക്ക് എത്തിക്കുകയുള്ളൂ. ഈ പോർട്ടിൽ വരുന്ന ഒരാളിനെ ഇങ്ങോട്ടേക്ക് കരയിലോട്ട് ഇറക്കണമെങ്കിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. നമുക്കറിയാം, പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു അടിക്കുറുപ്പെന്ന് പറഞ്ഞ്, അതിലൊരു ബഷീർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം മലയാളിയാണ്, പക്ഷേ കരയിലിറങ്ങാൻ കയ്യിൽ യാത്രാരേഖകളൊന്നുമില്ല. ഈ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഒരാൾ മലയാളിയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ ഇയാൾ വളരെ കൃത്യമായിട്ട് ജൻസി കലാപം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ, അപ്പോൾ ഈ ജൻസി കലാപം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, വലിയ രീതിയിൽ അതിനുവേണ്ടി ഫണ്ട് ഒഴുക്കുന്നുണ്ട്, വലിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഡൽഹിയിൽ വാങ്ചുക്കും അഭിജിത് ദീപ്കയും അല്ല, ഇപ്പം ഒരു കാര്യം മനസ്സിലായില്ലേ, ഈ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടത് വെറുതെ അല്ല. അമേരിക്ക തന്നെയാണ് അയാളെ യാത്രാരേഖകൾ, അയാൾക്ക് ഇനിയിപ്പോൾ ഇവിടെ കഴിയാനുള്ള വിസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ അവിടുന്ന് കൂടും കുടുക്കുകയും കെട്ടി ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ടത്. അതിൽ ഇന്ത്യയിൽ വന്നാൽ അപകടമാണെന്ന് അയാൾക്ക് അറിയാം. പല കാര്യങ്ങളിലും അയാൾ നോട്ടപ്പുള്ളിയാണ്, അയാളെ ഒരു പക്ഷേ പോലീസ് പൊക്കും എന്നൊക്കെ അയാൾക്ക് അറിയാം. പക്ഷേ അവിടെ കൃത്യമായിട്ട് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന അയാൾ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിലേക്ക് പോകുന്നു, അവിടെ കുറേ നാൾ താമസിക്കുന്നു, അതിനുശേഷം അവിടുത്തെ കാലാവധി കഴിഞ്ഞു, വിസ കാലാവധി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക അയാളെ തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുന്നു. അങ്ങനെ അയാൾ വരുന്നതിന് മുമ്പും പിമ്പുമായിട്ട് ഈ CIA ചാരന്മാർ ഇന്ത്യയിൽ വരുന്നു. ഇത് നിസ്സാര കാര്യമാണ്. ഒരു മൈക്ക് വാൻ ഡൈക്കും പിന്നെ ഇപ്പോൾ ജോർദാൻ ബ്രൗണും ഒക്കെ വന്നിരിക്കുന്നത്. സമാനമായ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കുന്ന അതിന് മുന്നോടിയായിട്ട് തൊട്ട് മുമ്പേ അവിടെ ഒരു അമേരിക്കക്കാരൻ ഹോട്ടലിൽ മരിച്ചു കിടന്നു. രായ്ക്ക് രാമാനം പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ആ ബോഡി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അമേരിക്കക്കാർ തന്നെ വന്ന് ആ ബോഡി അമേരിക്കൻ എംബസി ഇടപെട്ട് തൊടാൻ സമ്മതിച്ചില്ല. ബംഗ്ലാദേശ് പോലീസിനെയോ ബംഗ്ലാദേശ് പട്ടാളത്തെയോ ഒന്നും അതിൽ തൊടാൻ പോലും സമ്മതിച്ചില്ല. അയാൾ ആ ബോഡി അവർ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് നേരെ, ഒരു രാസപരിശോധനാ ഫലമില്ല, പോസ്റ്റ്മോർട്ടം ഇല്ല, കേസില്ല, FIR ഇല്ല, ഒന്നുമില്ല, നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഈ ആൾ CIA ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് എന്നും ഇയാൾ അവിടെ വന്നത് ഇന്ത്യയെ ലക്ഷ്യമിട്ടാണെന്നും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യമിട്ടാണെന്നും ഒക്കെ പല കഥകൾ വന്നു. നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ ഒരുപാട് യൂട്യൂബുകളിലും മറ്റുമൊക്കെ കേട്ടു. അതെന്ത് തന്നെ ആയാലും നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ അയാൾ വന്നത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഇൻ്റർനാഷണൽ മീഡിയ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ റിപ്പോർട്ടിനെ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ CIA ഒരാൾ ബംഗ്ലാദേശിൽ
കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിന് പിന്നാലെയാണ് അതിൻ്റെ പിന്നാലെയാണ് ഈ പിന്നെ ഈ പറഞ്ഞതുപോലെ ഡൈക്കിങ്ങും അതുപോലെ ഇയാളും ഒക്കെ വരുന്നത്, ജോർദാൻ ബ്രൗണും. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നാടകീയമായിട്ട് ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്തതും പിന്നീട് കെജ്രിവാൾ തിഹാർ ജയിലിൽ ഒരു മറ്റേ മദ്യക്കൊള്ള കേസിൽ മദ്യനികുതി അഴിമതിയിൽ ജയിലിലായതും അപ്പോൾ കെജ്രിവാളിൻ്റെ PR ആയിരുന്ന ഈ അഭിജിത് ദിപ്കെ അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടതും തിരികെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇവിടെ ദിപ്കെ വന്ന് ജന്തർ മന്ദറിൽ നിരാഹാരം നിരാഹാരം അഭിജിത് ദീപ്കെ അല്ല കിടക്കുന്നത്, വാങ്ചുക്ക് അവിടെ 7-8 ദിവസമായിട്ട് പട്ടിണി കിടക്കുകയാണ്. അഭിജിത് ദീപ്കെയും കൂട്ടുകാരും ചുറ്റിനും ഇരുന്നും ബിരിയാണി തിന്നുകയാണ്. അപ്പോൾ ഇയാളൊരു ദിവസം സഹികെട്ട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യുന്ന ക്രൂരതയാണ്, ഇങ്ങനെ നിരാഹാരം കിടക്കുന്ന ഒരാളുടെ മുമ്പിലിരുന്നും ബിരിയാണി എന്ന് വെച്ചാൽ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട്, നിങ്ങളിങ്ങനെ ബിരിയാണി കഴിക്കുന്നത് എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞ അയാൾ തെറി വിളിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാൾ മുതൽ ഈ വാങ്ചുക്ക് വന്ന് നിരാഹാരം ഇരുന്നത് വരെയുള്ളതിന് ഇയാളുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഈ ജൻസി കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ NIA ഇത്രയും കാര്യങ്ങളെ പുറത്തുവിട്ടുള്ളൂ. ഇത് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇയാളെ അറസ്റ്റിലായി എന്നുള്ള വിഷയം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഒളിച്ചു വച്ചിരിക്കുകയാണ്. ഇങ്ങനൊരാൾ പിടിയിലായി എന്നുള്ള വിവരം ഔദ്യോഗികമായിട്ട് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ ഇത് സംബന്ധിച്ച വാർത്ത പത്രക്കുറിപ്പ് ഇറക്കി. ഇത് ചില ദേശീയ മാധ്യമങ്ങളിൽ മാത്രമേ ഈ വാർത്ത വന്നുള്ളൂ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല പത്രത്തിലെങ്ങാനും സിംഗിൾ കോളം ന്യൂസ് വന്നിട്ടുണ്ടാവും, ചാനലിലൊരു ഫുട്ടേജ് പോയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതൊരു വലിയ ത്രട്ടാണ്, നമുക്ക് നേരെയുള്ള ഒരു വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കാനുള്ള ഒരു വാർത്തയും പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ, ദക്ഷിണേന്ത്യൻ മാധ്യമങ്ങൾ അങ്ങനെയും കൂടി പറയാം, ഇത് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒന്നും ഇത് വാർത്തയായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം ഗോവയിലെത്തി എന്നുള്ളതാണ്. അത് ഗോവയിലെത്തി എന്നേ ഉള്ളൂ. പക്ഷേ കടൽ മാർഗം ഏത് തീരത്താണ് വന്ന് കയറി? ഗോവൻ തീരത്താണ് വന്നത്. ഗോവൻ, അത് NIA പറയുന്നുണ്ട്. ഗോവൻ തീരത്ത് വന്ന് ഇയാൾ പിന്നെ ഗോവയിൽ തങ്ങി, അതിൻ്റെ തെളിവുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാജേഷ് ജി, ഒരു പ്രാദേശികമായ സഹായമില്ലാതെ ഒരു വിദേശിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ വരാൻ പറ്റുമോ? ഔദ്യോഗികമായിട്ട് നമ്മൾ പിന്നെ വിമാനത്തിലോ കപ്പലിലോ ഇന്ത്യയിൽ വന്ന് പോർട്ടിൽ വന്ന് ഇറങ്ങി, അങ്ങനെയല്ലാതെ രഹസ്യമായിട്ട് വരുമ്പോൾ പ്രാദേശികമായ സഹായം അയാൾക്ക് കിട്ടാതിരിക്കും. മുംബൈ ആക്രമണത്തിൽ അങ്ങനെയായിരുന്നു. അതെ, അവരെ കൃത്യമായിട്ട് കടൽ തീരത്ത് വന്നിറങ്ങിയ, ബോട്ടിൽ വന്നിറങ്ങിയ അവരെ ട്രാവൽ ചെയ്ത്, അതായത് വാഹനങ്ങളിൽ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പിന്നെ CSTയിലും മറ്റുമൊക്കെ പിന്നെ കൊണ്ടുവന്ന് അവരെ ആക്രമണത്തിന് സജ്ജരാക്കിയത് പ്രാദേശികമായ സഹായങ്ങളാണ്. നമ്മുടെ രാജീവ് ഗാന്ധി വധക്കേസിൽ തമിഴ് പുലികൾ വലിയ സഹായം മാപ്പ് കൊടുത്തല്ലോ. അതെ, പ്രാദേശികമായി തമിഴ്നാട്ടിലുള്ള സഹായം ചെയ്തു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കം മാപ്പ് കൊടുത്തല്ലോ. അതെ, ഇതിപ്പോ എന്തായാലും മോദി അമിത്ഷായും ഒന്നും മാപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അജിത് ഡോവൽ അടക്കമുള്ള, ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ ദിപ്കയുടെ അഭിജിത് ദീപ്കയുടെ സമരവും പാറ്റകളുടെ കൂറകളുടെ സമരവും ഇയാളുടെ വരവും ഇയാൾ പിടിയിലായതും ഒക്കെ, അപ്പോൾ ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വരും എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ ധാരണയുണ്ട്. കാരണം ഇവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വാർത്ത വന്നല്ലോ, ഇവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതെ, ഇപ്പൊ BJP-ക്കാരെ വരെ വിളിച്ചിട്ടുണ്ട് സമരത്തിന്. BJP-ക്കാരെ വരെ വന്ന് BJP-യുടെ മന്ത്രിയെ രാജിവെപ്പിക്കാൻ വേണ്ടി BJP-ക്കാർ കൂടെ സമരം ചെയ്യണം. അപ്പോൾ ഇവർ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാവർക്കും മെയിലേജ് കാണും, സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്തായാലും ഇയാളെ എന്തിനാണ് ഈ വേറൊരു രസകരമായ കാര്യം, ഇയാൾ ഈ നേപ്പാളിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാളെ SSB തടഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജവാന്മാരെയൊക്കെ തള്ളി മാറ്റി, ഈ ബോർഡറിലുണ്ടായിരുന്ന കാവൽ നിന്നിരുന്നവരെ തള്ളി മാറ്റി നേപ്പാളിലേക്ക് ഓടി പോകാൻ ശ്രമിച്ചു ഇയാൾ.
ഇയാളുടെ വളരെ രസകരമാണ്, അതേസമയം വളരെ ദുരൂഹമാണ് ഇയാളുടെ. ഇയാളെ ബലമായിട്ട് ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു. ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറയുന്നത് ഇയാളൊരു യോഗ ഇൻസ്ട്രക്ടറെ കല്യാണം കഴിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു യോഗ ഇൻസ്ട്രക്ടർ ഇല്ല. ബംഗളൂരിൽ ഒരുപാട് യോഗ ഇൻസ്ട്രക്ടർമാരുണ്ട്, പക്ഷേ ഇയാൾ പറഞ്ഞതുപോലെ ഒരാൾ അവിടെ ഇല്ല. അങ്ങനെ ഇയാൾ ഒരുപാട് നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇയാൾ ശ്രീലങ്കയിലേക്ക് വന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പം ബാലിയിൽ നിന്നാണ്, ഇന്തോനേഷ്യയിൽ നിന്നാണ്, പിന്നെ സിംഗപ്പൂരിൽ നിന്നാണ്, ഇങ്ങനെയൊക്കെ പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ ഔദ്യോഗികമായിട്ട് വന്ന ഒരാളിനെ ആണെങ്കിൽ നമുക്ക് യാത്രാരേഖകൾ കൃത്യമായിട്ടുണ്ടാവും. ഇയാളുടെ പാസ്പോർട്ട് നോക്കുമ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇതങ്ങനെയല്ല. അയാളുടെ ഔദ്യോഗികമായിട്ടല്ല അയാളുടെ വരവ്, രഹസ്യമായി നുഴഞ്ഞു കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ശ്രീലങ്കയിൽ നിന്നാണ് എന്നുള്ളത് കൃത്യമായി. ഇയാൾ ശ്രീലങ്കയിലേക്ക് എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പ്രത്യേകിച്ചും ബംഗാൾ കേന്ദ്രീകരിച്ച് ബംഗാളിൽ ഒരു വലിയ അട്ടിമറി ശ്രമം നടന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു പോയി. അട്ടിമറി ശ്രമം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ വീണ്ടും മമതയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം മമതയുടെ പുറകിൽ തൃണമൂൽ കോൺഗ്രസിനെ സഹായിക്കാൻ വേറെ ആരൊക്കെയോ രാജ്യവിരുദ്ധ ശക്തികൾ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആ സംശയത്തിന് ആക്കം കൂട്ടുകയാണ് ഇവിടെ. അത് പരാജയപ്പെട്ടു പോയി. അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ആ സമയത്താണല്ലോ ഈ ഞാൻ പറഞ്ഞ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ്. അതിന് മുന്നോടിയായിട്ട് ഈ ഒരു CIA മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം ഇവിടുന്ന് ഒരു പോസ്റ്റ്മോർട്ടവും ഒരു പരിശോധനയും ഇല്ലാതെ നേരെ അമേരിക്കയിലേക്ക് കയറ്റി, ബംഗ്ലാദേശിൽ നിന്ന് കയറ്റി വിടുന്നു. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കണ്ണിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തതാണ് ഈ ജോർദാൻ ബ്രൗണിൻ്റെ അറസ്റ്റ്. ജോർദാൻ ബ്രൗണിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. പലരും മതപരിവർത്തനത്തിൻ്റെ മേലങ്കി ഇട്ടുകൊണ്ടാണ് ഇവർ വരുന്നത്. ഇവാഞ്ചലിസ്റ്റുകൾ എന്ന രൂപത്തിൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ FCRA നിയമം കടുപ്പിച്ചതിൽ ഒരു തെറ്റും പറയാനില്ല. കാരണം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന ശത്രു ഏത് വേഷത്തിൽ വന്നാലും അവരെ പിടികൂടിയേ മതിയാവുള്ളൂ. അവർ ഇനി നാളെ ഏതെങ്കിലും ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നാലും ശരി, ഒരു ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലെത്തിയാലും ശരി, അവരെ പൂട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കാൻ SIR കടുപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതി അടക്കം ഒരു സംശയമില്ല. എന്തായാലും നമ്മുടെ NSA അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ദേശീയ സുരക്ഷ നോക്കുന്ന വിഭാഗത്തിന്, അത് ഉറപ്പുവരുത്തുന്ന വിഭാഗത്തിന് ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടതാണ്. അവരുടെ നിതാന്ത ജാഗ്രതയാണ് ഇതുപോലൊരു അമേരിക്കൻ ചാരനെ, നമ്മൾ ഇതുവരെ ഈ പറഞ്ഞ പാക് ചാരനും ബംഗ്ലാദേശ് ചാരനും അമേരിക്കൻ നേവി കമാൻഡോയെ സൈനിക ചാരനെ പിടികൂടാൻ സാധിച്ചത് വലിയ നേട്ടം തന്നെയാണ്. ഇനി ബാക്കി നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് അതിൻ്റെ നിയമമനുസരിച്ച് മുന്നോട്ട് പോകും.